കോമാളി, ലവ് ടുഡേ ഈ രണ്ട് സിനിമകൾ കൊണ്ട് തന്നെ ഒരു ഡയറക്ടർ ആക്ടർ ആയിട്ടുള്ള പ്രദീപ് രംഗനാഥിന് കിട്ടിയ റെക്കഗ്നേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കാര്യമല്ല, ഭയങ്കര വലുത് തന്നെയാണ്. പുള്ളിയുടെ ഒരു മൂന്നാമത്തെ ആക്ച്വലി പുള്ളിയുടെ നായകനാകുന്ന രണ്ടാമത്തെ സിനിമയ്ക്ക് വേണ്ടി ഇത്രയേറെ ആൾക്കാർ കാത്തിരിക്കുക, വളരെയധികം ആകാംക്ഷയോടെ കാത്തിരിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല, അതൊരു വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സിനിമയാണ് ഡ്രാഗൺ എന്ന് പറയുന്ന സിനിമ. AGS ആണ് ചിത്രം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓ മൈ കടവുളെ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത അശ്വന്ത് മാരിമുത്തുവാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ചിത്രം ഇന്ന് തിയേറ്ററിലൂടെ റിലീസായിരിക്കുകയാണ്. ചിത്രം ഞാൻ കണ്ടു. പാലക്കാട് ദേവിദുർഗ തിയേറ്ററിൽ നിന്നാണ്, സ്ക്രീൻ 1-ൽ നിന്നാണ് ഞാൻ സിനിമ കണ്ടത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിനുമോഷായ്. ഡ്രാഗൺ, അശ്വന്ത് മാരിമുത്തുവാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. അശ്വന്ത് മാരിമുത്തുവും പ്രദീപ് രംഗനാഥനും കൂടിയാണ് ഇതിൻ്റെ റൈറ്റിംഗ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. AGS ആണ് ഇതിൻ്റെ നിർമ്മാണം കൈകാര്യം ചെയ്തിരിക്കുന്നത്. ലിയോൺ ജെയിംസ് ആണ് ഇതിൻ്റെ മ്യൂസിക് കൈകാര്യം ചെയ്തിരിക്കുന്നത്. പ്രദീപ് രംഗനാഥൻ, അനുപമ പരമേശ്വരൻ, കയ്യാടു ലോഹർ എന്ന് പറയുന്നത് 19-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ സിനിമയിലെ നായികയായിട്ട് വന്ന ലേഡിയായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഡയറക്ടറായിട്ടുള്ള മിഷ്കിന്, ഗൗതം വാസുദേവ മേനോന്, KS രവികുമാർ, അങ്ങനെ തുടങ്ങി ഒരു വമ്പൻ താരനിര തന്നെ വന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് ഡ്രാഗൺ. അപ്പം ഡ്രാഗണിൻ്റെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ഓൾറെഡി ട്രെയിലർ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഒരു ഫൺ ഫാക്ടറായിട്ടുള്ള ലവ് ടുഡേയുടെ അടുത്തൊരു വെർഷനായിട്ടുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള 2K കിഡ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. ഒരു ഫുൾ ഫൺ എൻ്റർടൈനർ, ഒരു കോമഡി എൻ്റർടൈനർ എന്നുള്ള ജോണറിൽ തന്നെയാണ് ഇവരതിനെ പിടിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് 48 അരിയറുമായിട്ട് പുറത്തേക്ക് പോകുന്ന പ്രദീപ് രംഗനാഥൻ ലൈഫിൽ സക്സസ് ആകണമെന്ന് വിചാരിച്ചുകൊണ്ട് ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളും തുടർന്ന് എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ്, പുള്ളിയുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതാണ് സിനിമ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇന്ന് ഉണ്ണിമൂന്തൻ്റെ സിനിമ റിലീസായിരുന്നു. അതിന് മൊത്തം കൂടി ഒരു 30 പേരുണ്ടായിരുന്നു. ഇത് ഹൗസ്ഫുള്ളായിരുന്നു. ഇപ്പോഴത്തെ മീറ്റർ അതാണ്, എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക, സൂപ്പറായിട്ട് എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ആൾക്കാരും കൈയടിച്ചിട്ടാണ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതാണ് ആ സിനിമയുടെ ഒരു മീറ്റർ എന്ന് പറയുന്നത്. അതാണ് ആ സിനിമ ആഗ്രഹിക്കുന്നതും അത് ആ സിനിമ അച്ചീവും ചെയ്തിട്ടുണ്ട്. സൂപ്പറായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഗംഭീരമായിട്ട് ഇതിൻ്റെ അകത്ത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ആക്ടേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്ത ലിയോൺ ജെയിംസ് എന്ന് പറയുന്ന മ്യൂസീഷ്യൻ ആണെങ്കിലും പാട്ടുകളും ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൊണ്ട് പൊളിച്ചടിക്കിയിട്ടുണ്ട്. ചില സിറ്റുവേഷൻസൊക്കെ സൂപ്പറായിട്ട് ബിൽഡ് ചെയ്ത് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് നിക്കിത്ത് ബൊമ്മി റെഡ്ഡിയാണ്. ക്യാമറയും അത്യാവശ്യം അടിപൊളിയായിട്ട് നല്ല വിഷ്വൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ എഡിറ്റ് കൈകാര്യം ചെയ്തിരിക്കുന്നത് പ്രദീപ് രാഘവാണ്. അതും എഡിറ്റും സൂപ്പറായിട്ടുണ്ട്. ഒരു ഫാസ്റ്റ് കട്ടും പരിപാടിയും നമ്മൾ എൻഗേജിങ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ രീതിയിലുള്ള കട്ടും പരിപാടിയൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ടൈമിംഗ് ഓഫ് കോമഡീസാണ്. ഒരു ബഞ്ച് ഓഫ് കോമഡീസ് ഉണ്ട്, അത് ഇങ്ങനെ വന്ന് കൊട്ടിയിടുകയാണ്. ഒരു ഒരെണ്ണം കഴിയുമ്പോൾ അടുത്തത്, അത് കഴിയുമ്പോൾ അടുത്തതെന്ന് പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പ്രദീപ്, ലവ് ടുഡേ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം പ്രദീപ് രംഗനാഥിൻ്റെ ഒരു ബിഹേവിങ് എങ്ങനെയാണെന്നും പുള്ളിയുടെ ഒരു സിറ്റുവേഷൻ ഹാൻഡ്ലിങ് എങ്ങനെയാണെന്നുള്ളതും. പുള്ളി ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് നമുക്ക് ചിരി വരും എന്നുള്ളത്. രീതിയിൽ പുള്ളിയുടെ ആ പൊട്ടൻഷ്യലിനെ നല്ല രീതിയിൽ എടുത്ത് നമ്മളിലേക്ക് തരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് വരെ പുള്ളിയുടെ ഒരു കോളേജ് ലൈഫ്, അതിന് ശേഷമുള്ള പുള്ളിയുടെ കുറച്ച് ലൈഫുകളും കാര്യങ്ങളും ഒക്കെ കാണിച്ച് ഒരു സാധനം ബിൽഡ് ചെയ്ത് വെച്ച് ഒരു സീരിയസ് പോർഷനിലേക്ക് വന്നതിന് ശേഷം ഒരു ഒറ്റ കയറ്റിച്ച് കയറി ഒരു ഇൻ്റർവെല്ലിൽ ഒരു സൂപ്പർ ഒരു ബ്ലോക്കോട് കൂടി നിർത്തുകയും ഇൻ്റർവെല്ലിന് ശേഷം വളരെ എൻഗേജിങ് ആയി ഒരുപാട് ചിരിക്കാനുള്ള എലമെൻസും ഒക്കെ വെച്ച് ആ റൈഡ് ഇങ്ങനെ പോയി ഒരു പർട്ടിക്കുലർ പോയിന്റിൽ കൊണ്ടങ്ങ് നിർത്തും. നമ്മൾ കരുതി അവിടെ സിനിമ തീർന്നു, ഇനിയിപ്പോൾ സിനിമ ഇല്ല, തീർന്നു, അവിടെ കൊണ്ട് തീർന്നു, യെസ് ഇത് എൻഡായി, നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ആയെന്ന് വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നൊരു പോയിന്റിൽ ഒരു ഡ്രോപ്പ് അങ്ങിടും. അവിടുന്ന് ആ സിനിമ അത്ര നേരം നമ്മൾ കണ്ട സിനിമ മുഴുവൻ പൊളിച്ചെഴുതി ആ ലാസ്റ്റത്തെ എനിക്ക് തോന്നുന്നൊരു 10 മിനിറ്റ് കൊണ്ട് സിനിമയുടെ ഒരു ഗതിയെ മാറ്റി ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടൻറ്റ് എക്സ്പ്രസ് ചെയ്ത് നമ്മുടെ മനസ്സിൽ തട്ടുന്ന രീതി കൊണ്ടുവച്ച് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് നിർത്തുന്നുണ്ട്. സൂപ്പറായിട്ട് എനിക്ക് തോന്നി. സൂപ്പറായിട്ട് അത് ഹിറ്റ് ചെയ്യുന്നുമുണ്ട്. 10 മിനിറ്റ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് ഹിറ്റ് ചെയ്യണം.
ആ 10 മിനിറ്റ് ഹിറ്റ് ചെയ്യിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. അനുപമ പരമേശ്വരൻ വന്ന റോള് സൂപ്പറായിട്ട് മനസ്സിൽ നിൽക്കുന്ന രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കയ്യാടു ലാഹോർ എന്ന് പറയുന്ന പുള്ളിക്കാരത്തി സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു നല്ല രസമുണ്ടായിരുന്നു പുള്ളിക്കാരത്തിയുടെ ഒരു പ്രസൻസ്. അതുപോലെ തന്നെ മിഷ്കിൻ സൂപ്പറായിട്ടാണ്, ക്യാരക്ടറിന് ഭയങ്കര ഒരു രസം തോന്നി. അതുപോലെ തന്നെ ഗൗതം വാസുദേവ മേനോൻ കുറച്ച് നേരമേ ഉള്ളൂ, പക്ഷേ വന്ന ആ ഒരു പുള്ളിയുടെ ഒരു ക്യാരക്ടറും ഒരു രസം ഉണ്ടാക്കുന്ന രീതിയിലുണ്ടായിരുന്നു. KS രവികുമാർ വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ, പക്ഷേ അത്യാവശ്യം അടിപൊളിയായിരുന്നു. താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന ഒരു അടിപൊളി എൻ്റർടൈനർ സിനിമയാണ്. പ്രദീപ് രംഗനാഥനെ അറിയാവുന്നുണ്ടെങ്കിൽ തിയേറ്ററിലേക്ക് പോവുക. ഓ മൈ കടവുളെ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ തിയേറ്ററിലേക്ക് പോവുക. ഒരു എൻ്റർടൈനറാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഒരു ചിരിച്ച് ഒരു ഹാപ്പി ആയിട്ട് ഒരു ഫൺ സിനിമ കാണണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് നിങ്ങൾ പോകുന്നതെന്നുണ്ടെങ്കിൽ തിയേറ്ററിലേക്ക് പോവുക. അല്ലാത്ത പക്ഷം തിയേറ്ററിലേക്ക് പോകണ്ട. കാരണം പ്രദീപ് രംഗനാഥനെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഈ മെലിഞ്ഞ ചെറുക്കൻ എന്നെ ഇടയിൽ കാണിക്കുന്നത് എന്ന് പറയുന്നൊരു ഫീല് നിങ്ങൾക്കുണ്ടാവും. ബോഡി ഷേമിംഗ് അല്ല, പുള്ളി അങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് കണ്ടിട്ട് അയ്യേ ഈ ചെറുക്കനെ എന്നെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കഴിവുള്ള ചെറുക്കനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി അടുത്തൊരു ലെവലിലോട്ട് വരും എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അത് പുള്ളിയുടെ ഡയറക്ഷനിലും റൈറ്റിങ്ങിലും ആക്ടിങ്ങിലും പുള്ളിക്ക് കഴിവുള്ളിടത്തോളം കാലം പുള്ളി അടിച്ചിക്കുക മുടിയാതെ എന്ന് പറയുന്ന അവസ്ഥയാണ്. കാരണം ഒരു റൈസിങ് സ്റ്റാർ തന്നെയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ തിയേറ്ററിലേക്ക് പോയി കാണാൻ ശ്രമിച്ചു നോക്കുക. ഓൾറെഡി കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.